ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ചിരിക്കാനുള്ള വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാനന്ന് ചിരിച്ചെന്താണെന്നറിയാമോ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രേണു സുധിയെ കുറിച്ചാണ്. എൻ്റെ അമ്മ പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. രണ്ട് കാലില്ലാത്തവൻ ഒരു കാലില്ലാത്തവനെ കുറ്റം പറയണമെന്ന്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളവരല്ലല്ലോ. കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സുധി. സുധി ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് നല്ലവരായ ജനങ്ങൾ ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വേണ്ടതാണ് ബിഷപ്പ് ഒരു സ്ഥലം നൽകി ഫിറോസ് എന്ന വ്യക്തിയിലൂടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഒരു നല്ലൊരു ഭവനം വെച്ചു കൊടുത്തു. വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് പിന്നെ അത് വിളിച്ചു പറയുന്നത് ശരിയാണോ എനിക്കറിയില്ല. പക്ഷെ ഈ വിളിച്ചു പറയാനുള്ള അവസരം ഉണ്ടാക്കിയത് ആരാണോ? രേണുവാണ്. സുധി മരിച്ചതിന് ശേഷം രേണു ഇപ്പോ ഒരു കലാരംഗത്തേക്ക് വന്നിരിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ. സുധി മരിച്ചു എന്ന് പറഞ്ഞ് അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി വെള്ളവസ്ത്രം ധരിച്ച് കുങ്കുമവും മാറ്റി ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ലല്ലോ. എനിക്കിതില് 3 പേരോട് പറയാനുണ്ട്. ആദ്യം എനിക്ക് പറയാനുള്ളത് രേണുവിനോടാണ്. രേണു ഇഷ്ടമുള്ള പോലെ, മനസ്സിന് ഇഷ്ടമുള്ള പോലെ, രേണുവിന് മോശമല്ല എന്ന് തോന്നുന്ന രീതിയിൽ രേണു ജീവിക്കുക, അഭിനയിക്കുക, അല്ലെങ്കിൽ വേറെ രംഗത്തേക്കാണെങ്കിൽ രേണുവിന് മാന്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക. രേണുവിൻ്റെ മക്കൾക്കായിട്ട് അവർ നൽകിയ വീട് അവിടെ നിൽക്കട്ടെ. രേണു മിക്ക ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്, എനിക്കല്ല സുധിച്ചേട്ടൻ്റെ മക്കൾക്കാണ് വീട് കൊടുത്തേക്കണേന്ന്. ശരിയാണ്. സുധിയുടെ മക്കളായ കിച്ചുവിനും ഋതപ്പനും വേണ്ടി തന്നെയാണ് ആ വീട് കൊടുത്തിരിക്കുന്നത്. അതങ്ങനെ നിൽക്കട്ടെ. അതിന് നന്ദി പറയുക. ആ ഒരു വീട് വെച്ചതിന് സന്തോഷിക്കുക. കാരണം ഒരു വീടില്ലാത്ത ഒരു വിഷമങ്ങൾ ഞാൻ ഉൾപ്പെടെ കുറേ പേർക്ക് അറിയായിരിക്കും. നമ്മൾ ആരുടെ അടുത്തും ചെന്നത് പറയാനൊന്നും പോണില്ല അല്ലേ? അപ്പൊ രേണുവിന് കിട്ടിയിരിക്കുന്ന ആ ഒരു ഭവനം വളരെയധികം നന്ദിയോടുകൂടി, അത് ഭവനം തയ്യാറാക്കി തന്ന ഒരുപാട് പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് രേണുവിന് ചെയ്യാനുള്ളൂ. അതല്ല, ഓരോ ഇന്റർവ്യൂ ശ്രദ്ധിച്ചാലും ആ ഇന്റർവ്യൂവിലെല്ലാം ഓരോ കഥാപാത്രങ്ങളെ കൊണ്ടുവരും. മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്ന കിംവദന്തികളായിരിക്കാം. അത് രേണുവിന് ആരെങ്കിലും അറിയിക്കുന്നതായിരിക്കും. രേണു വീഡിയോ ഒന്നും കാണാറില്ലെന്നാ പറയുന്നത്. രേണുവിന് ഫ്രണ്ട്സ് അയച്ചെന്നൊക്കെ പറയണം. ആ ഒരു ഫ്രണ്ട്സ് പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് രേണു അതിനെതിരെ റിയാക്ട് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ താജു എന്നുള്ളൊരു വ്യക്തി, ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ താജു എന്നൊരു വ്യക്തി വന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സുധിയുടെ ആദ്യ ഭാര്യ, അതായത് കിച്ചുവിന്റെ അമ്മയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുമ്പോൾ സുധി മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്ന മകനാണ് കിച്ചു. ആ കുട്ടിയുടെ വിഷമം എന്താണ് ആരും മനസ്സിലാക്കാത്തത്? രേണു ഇങ്ങനെ കിടന്ന് പറയുന്നു. രേണു ഒരിക്കലും ഒരു ഇന്റർവ്യൂയിലും ആരെയും ഇന്റർവ്യൂ ഒക്കെ കൊടുത്തോ, പക്ഷേ ഒരാളെ മോശമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനെതിരെ റിയാക്ട് ചെയ്യും. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോടാണ്. സോഷ്യൽ മീഡിയയിൽ ആരെന്ത് കൊണ്ടിട്ടാലും നമ്മൾ റിയാക്ട് ചെയ്യും. നമ്മളൊരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ നമുക്കത് റിയാക്ട് ചെയ്യാം. പക്ഷെ ചിലവർ റിയാക്ട് ചെയ്യുന്നത് റിയാക്ഷൻ ആണോ അതോ അവർക്ക് എന്തെങ്കിലും വേറെ വല്ല വൈരാഗ്യബുദ്ധിയാണോ എന്നൊന്ന് തോന്നിപ്പോ. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും വെച്ചിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കേൾക്കുന്നത് മാത്രമേ ഞാൻ ആ സമയത്ത് അടുക്കളയിൽ വെക്കുള്ളൂ. കാരണം എനിക്ക് ഇങ്ങനെ ഫോണിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനത് കേൾക്കുന്നത് ഒന്നില്ലെങ്കിൽ പാട്ടായിരിക്കാം, അതിലേക്ക് ഇങ്ങനത്തെ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ് ആകാം, എന്തെങ്കിലും. ആ ഒരു വീഡിയോ വെച്ച് ഞാൻ ഇങ്ങോട്ട് തിരിയല്ല ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നില്ല ഏത് ചാനലാന്നൊന്നും പറയല. ആ വ്യക്തി ഇങ്ങനെ വന്നിട്ട് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോ, ഞാൻ ഇന്ന് വായിത്തോന്ന് തേറിയൊക്കെ പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ? നമുക്ക് അയാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അയാൾ പറയുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുന്നത്. അതല്ലാതെ ആരും വീട്ടിൽ പോയി ഒളിക്യാമറ വെച്ചെടുത്തുകൊണ്ട് വന്നതൊന്നുമല്ലല്ലോ. അല്ല, രേണു കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങൾ നമ്മളത് റിയാക്ട് ചെയ്യും. പക്ഷെ അതിനും ഒരു മാന്യത വേണ്ടേ? നമുക്കൊരു എത്തിക്സ് ഇല്ലേ? മനുഷ്യനല്ലേ? അപ്പൊ നമ്മൾ പറയുമ്പോൾ അതിന്റെ രീതിയിലും നന്നായിട്ട് പറയൂ. നമ്മളാരും നല്ലവരല്ല. ഞാനും എല്ലാവരും ദൈവമൊന്നുമല്ല. എല്ലാവർക്കും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നമുക്കറിയാത്തൊരു വ്യക്തിയെക്കുറിച്ച്, നമ്മൾ ഇതിനു മുമ്പ് ഒന്നും കണ്ടിട്ടില്ലാത്ത വ്യക്തിയെക്കുറിച്ച്, 1 രൂപ പോലും നമ്മൾ കൊടുക്കാത്തൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വന്നിരുന്ന് എന്തൊക്കെയാ പറയുന്നത്? നല്ല നല്ല റിയാക്ഷൻ ചെയ്യാനുള്ള എത്ര പേരുണ്ട്. അവർക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ ആരെങ്കിലും ശ്രദ്ധിക്കും? എത്ര നന്നായിട്ടാണ് അവർ പറയുന്നത്. അവർ റിയാക്ഷൻ വീഡിയോ നമുക്ക് ഓപ്പൺ ആയിട്ട് വെക്കാം. ഒരു കുട്ടികളെ വിളിച്ചു പോകണ്ട, ഒരാരും ഓടിപ്പോകണ്ട. ഇത് ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. കാരണം ഇവര് വായിന്ന് എന്താണ് വരാൻ പോകുന്നതെന്ന്. നമ്മളിത് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടാണ് കേൾക്കണം. നമ്മളിത് ചെവിയിൽ വെച്ച് ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. നമ്മുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മളിത് കേട്ടുകൊണ്ടിരിക്കണേണ്. ഒരു എന്റർടൈൻമെന്റും അല്ല. അപ്പൊ അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ നിങ്ങൾ റിയാക്ട് ചെയ്യുക. ആരും സോഷ്യൽ മീഡിയയിൽ എന്ത് കൊണ്ടിട്ടാലും നമ്മൾ റിയാക്ട് ചെയ്യും. അത് ഒരു കുഴപ്പമില്ല. പക്ഷെ റിയാക്ട് ചെയ്യുന്നതിന് അതിനും വേണം ഒരു മാന്യത. അത്രേ ഉള്ളൂ.
അതാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത് പറയാനുള്ളത്, ഈ രേണു സുധീയുടെ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്ത എല്ലാവരോടും പറയണേണ്, നിങ്ങൾ ചെയ്തതിനെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. മാത്രമല്ല, നമ്മൾ 1 രൂപയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നതല്ലേ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിന് വിഷമം ഉണ്ടാവും, കൊടുത്ത നമുക്കും സന്തോഷമുണ്ടോ? ഇല്ലല്ലോ. പല പ്രാവശ്യം ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ദാനം കിട്ടിയതല്ലേ എന്ന് പറയുന്നുണ്ട്. നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട്, ഇത് കൊടുക്കാത്തവരാണ് പറയുന്നത് കേട്ടാ, ഈ വീടൊക്കെ വെച്ചു കൊടുത്ത ആരും വന്നിട്ട് ദാനം ഞാൻ കൊടുത്തതാണെന്നൊന്നും ആരും പറയല്ല. ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് പേരെ പറയുന്നത് ദാനം കിട്ടിയതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ദാനം കൊടുത്താണ്, നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ അതിന്റെ വാല്യൂ പോയില്ലേ. അപ്പൊ അതുകൊണ്ട് ദാനം കിട്ടിയാണെങ്കിലും ദാനം കൊടുത്താണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ. 100-200 വർഷമൊന്നും ജീവിക്കണില്ലല്ലോ സഹോദരങ്ങളെ. അവരും ജീവിക്കട്ടെ, അവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അഹങ്കാരം വരാതെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഉള്ള ഇന്റർവ്യൂകളൊക്കെ കൊടുത്ത് രേണു മുമ്പിലോട്ട് പോകാം. വേറൊരു കാര്യം പറയുന്നത്, രേണു ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കളികളെല്ലാം ചെയ്യുന്നതെന്നാണ്. എങ്കിൽ ബിഗ് ബോസിലേക്ക് പോകട്ടെ, നല്ല കാര്യമല്ലേ. ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ രേണുവിന് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു ഫുൾ നെഗറ്റീവ് ഇമേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് രേണുവിന് ഇനി ബിഗ് ബോസിലേക്ക് പോവുകയാണെങ്കിൽ ടെൻഷൻ ഒന്നും വേണ്ട, നല്ല ഫ്രീ ആയിട്ട് കയറി പോകാം. കാരണം നെഗറ്റീവ് ഇമേജ് ഓൾറെഡി പുറത്തുണ്ട്. പിന്നെ അവിടെ കയറി പോസിറ്റീവ് ആയാൽ മാത്രമേ ഉള്ളൂ. ഇനി രേണുവിന് ചമ്മാനോ നാണം കെടാനൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പോട്ടെ. പോസിറ്റീവായിട്ട് ഇമേജ് നോക്കി നിൽക്കുന്ന കുറേ പേരാണ് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ടെൻഷൻ അടിക്കുന്നത്. കാരണം പുറത്ത് പോസിറ്റീവ് ഒരു ഇമേജ് ഉള്ളവരെല്ലാവരും ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ നെഗറ്റീവായിട്ട് വരുന്നത് ഞാൻ കാണാറുള്ളത്. വായിൽ നിന്ന് വീഴുന്ന സംസാരങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം രേണുവിന് ഇനി മുമ്പിലേക്ക് ഒരുപാട് ദൂരം പോകാൻ സാധിക്കും. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോ ആണ്. ആ ബിഗ് ബോസിൽ പോയ രേണുവിനെ വിമർശിക്കാൻ ഞാനും ഉണ്ടാവും. അതിനകത്തുള്ള ഏത് കണ്ടസ്റ്റൻസ് ചെയ്യുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും വിമർശിക്കാൻ ഞാനും വരും. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ആണ്. ഒരാളുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എടുത്ത് അയാളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ പോകില്ല. പക്ഷേ ബിഗ് ബോസ് വരുമ്പോൾ ഞാനും ഈ രേണു ചെയ്യുന്ന നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ, ആർക്കും ദോഷം വരുത്താതെ നല്ല രീതിയിലും പോയിട്ട് ജീവിച്ചാൽ നമുക്ക് ഒരു രാത്രിയെങ്കിൽ രാത്രി കിടന്ന് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും, അല്ലേ? പൈസ ഉണ്ടാക്കാൻ വേണ്ടി തോന്നിയതെല്ലാം പറഞ്ഞ്, നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരാളെ കുറിച്ച് കുറ്റങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊരാളില്ലേ സോൾ, അത് ഒന്നും പറയണില്ല. അപ്പൊ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം.